ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സനം തേരി കസം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പ്രണയ മൂവിയാണ്. ഒരുപക്ഷെ ഈ മൂവി കണ്ട ശേഷം നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നായി മാറും ഈ ഒരു മൂവി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ ഇന്ദിരയാകട്ടെ വലിയൊരു കേസ് ജയിച്ചിട്ട് വരുന്നതാണ്. മീഡിയയിൽ നിന്നെല്ലാം അവൻ ഒഴിഞ്ഞു മാറി തൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. വീടിൻ്റെ ഗാർഡനിലുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഒരു കുപ്പി വൈനുമായിട്ട് അവൻ ചെല്ലുന്നുണ്ട്. അവൻ ചെന്ന് നിന്നതും ആ ഓക്കുമരത്തിൽ നിന്ന് ഒരുപാട് പൂക്കൾ അവൻ്റെ ശരീരത്തിലേക്ക് വീഴുന്നുണ്ട്. ആ മരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: സരസ്വതി പരിഹാർ 1994 മുതൽ 2015 വരെ. കഥ പിന്നീട് കുറച്ച് വർഷങ്ങൾ ബാക്കിലേക്ക് പോവുകയാണ്. ഇന്ദ്ര ഒരു കമ്മ്യൂണിറ്റിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഒരടുക്കും ചിട്ടയും ഒന്നും തന്നെ ഇല്ലാത്ത ജീവിതം. ഇന്ദ്ര താമസിക്കുന്നതിന്റെ മുകളിലത്തെ അപ്പാർട്ട്മെന്റിലാണ് നായികയായ സരസ്വതിയും ഫാമിലിയും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും അനിയത്തി കാവേരിയും അടങ്ങുന്ന ഒരു കുടുംബം. ഒരു തെലുങ്ക് ബ്രാഹ്മണ കുടുംബമായിരുന്നു സരുവിൻ്റേത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവളുടെ അച്ഛന് ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. സരുവിന് വേണ്ടി അവർ കുറച്ചായിട്ട് കല്യാണാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒന്നും തന്നെ ശരിയാകുന്നില്ല. ഇന്നും അവളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൂട്ടർ വരാനിരിപ്പുണ്ട്. അപ്പോൾ സരുവിൻ്റെ അച്ഛന് ഒരു കോൾ വരുന്നുണ്ട്. പെണ്ണ് കാണാൻ വരുന്നവരാകട്ടെ വരുന്നില്ല എന്ന് പറയാനായിരുന്നു. ആ പയ്യനാകട്ടെ കുറച്ച് പെൺകുട്ടികളെ പോയി കണ്ടിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ സെലക്ട് ചെയ്തു. സരുവിനെ കാണാൻ വരാൻ അവർക്ക് താല്പര്യമില്ല. അത് മുടങ്ങിയതോടുകൂടി എല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് കാവേരിക്കാണ്. അവൾ പറയുന്നുണ്ട്, ഇവളുടെ കല്യാണം കഴിയാതെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന്. കാവേരി ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. അവൻ്റെ പേര് സഞ്ജയ് എന്നായിരുന്നു. അബ്രോഡ് ജോലി ചെയ്യുന്ന അവൻ ഇപ്പോൾ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നാണ് സഞ്ജയ് പറയുന്നത്. എന്നാൽ സരുവിൻ്റെ കല്യാണം കഴിയാതെ കാവേരിയുടെ കല്യാണം നടത്തില്ല എന്നാണ് വീട്ടുകാരുടെ നിർബന്ധം. എൻ്റെ ഈ ആൻറ്റി ലുക്ക് വെച്ചിട്ട് ആരും നിന്നെ കെട്ടില്ല എന്നാണ് ഇടയ്ക്കിടയ്ക്ക് കാവേരി പറയുന്നത്. നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പയ്യനെ കണ്ടുപിടിച്ചൂടെ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. തനിക്ക് പലരോടും ക്രഷൊക്കെ തോന്നാറുണ്ട്, അവർക്കും എന്നോട് തോന്നാറില്ല എന്നാണ് സരസ്വതി പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി തരാൻ ഞാൻ പിന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തെങ്കിലല്ലേ പറ്റൂ. സരു ആകട്ടെ അവിടുത്തെ ഒരു ലൈബ്രറിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെണ്ണ് കാണൽ മുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സരുവും അച്ഛനും ജോലിക്ക് പോവുകയാണ്. ലിഫ്റ്റിലേക്ക് കയറാൻ തുടങ്ങിയതും അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അവർ സ്റ്റെപ്പ് വഴി താഴേക്ക് ചെല്ലുമ്പോഴാണ് ഇന്ദ്ര തൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുന്നത്. അവർ ആ ലിഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടത് കൊണ്ടാണ് അത് വർക്കാവാത്തത്. അയാൾ ഇന്ദ്രനെ വഴക്കും പറഞ്ഞുകൊണ്ട് ആ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഇന്ദ്ര സരുവിനെ തന്നെ നോക്കുകയായിരുന്നു. താഴേക്ക് വന്ന സരുവിൻ്റെ അച്ഛനാകട്ടെ അവിടുത്തെ സെക്രട്ടറിയോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ഇതുപോലുള്ള പയ്യന്മാർക്കൊക്കെ എന്തിനാ ഫ്ലാറ്റ് കൊടുത്തത് എന്ന് ചോദിച്ചിട്ട്. എന്നാൽ അത് വേറെ ആരുടെയോ ഫ്ലാറ്റ് ആയിരുന്നു, അവർ ഒഴിഞ്ഞു പോയപ്പോൾ ഇവന് വാടകയ്ക്ക് കൊടുത്തതാണ് എന്ന് പറയുന്നു. അവനോടൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവൻ ഏകദേശം 8 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഏതോ വലിയ വക്കീലിൻ്റെ മകനാണ്. കുറച്ചൊക്കെ നിയമം അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവനോട് സംസാരിച്ച് ജയിക്കാൻ പോലും പറ്റില്ല. ജോലിക്ക് പോകുന്ന വഴിക്ക് പ്രണയകാവ്യങ്ങൾ അടങ്ങിയ ഒരു ബുക്ക് സരു വായിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ വഴക്കു പറയുന്നു. അവളെ നല്ലൊരു IIT IIM പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം. സരു ജോലിക്ക് കയറി കഴിയുമ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു പയ്യൻ വരുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് സരുവിന് അഭിമന്യുവിനോട് ഒരു ക്രഷൊക്കെ ഉണ്ട്. അവന് വേണ്ടി റിസൾട്ട് പേപ്പർ തയ്യാറാക്കാനൊക്കെ സരു ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ഹെൽപ്പ് കൂടി അവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ബോസ് ആകട്ടെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നു. അതിൽ വേഷം കെട്ടാമെന്ന് പറഞ്ഞ ആൾ വന്നിട്ടില്ല. നിന്നെ കൊണ്ട് അതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൾക്ക് അതിൽ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അവൻ അവളുടെ കൈ പിടിച്ചൊന്ന് അപേക്ഷിച്ചപ്പോഴേക്കും അവൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട ശേഷം അവൾ കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അഭിമന്യുവിൻ്റെ കുറച്ച് കൊളീഗ്സ് വന്നിട്ട് അവളെ കളിയാക്കുന്നത്. ഈ കരടി വേഷം കെട്ടാൻ അവൻ നിനക്ക് എന്ത് തന്നു? ഒരു കിസ് തന്നോ? അതോ വെറുതെ കൈയൊന്ന് പിടിച്ചതേ ഉള്ളോ? നീ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് അവന് സീക്രട്ട് ആയിട്ട് അയച്ച ലെറ്റേഴ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു. അത് നീയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അവർ അവളെ കളിയാക്കിയതും അവൾ കരഞ്ഞുകൊണ്ട് ഓടി ലിഫ്റ്റിലേക്ക് കയറുന്നു. ഇന്ദ്രയാകട്ടെ ലൈബ്രറിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനും ആ ലിഫ്റ്റിൽ കയറുന്നു. ഇവൾ ആ വേഷം ധരിച്ചിരിക്കുന്നത് കൊണ്ട് അത് സരുവാണെന്ന് അവന് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കറണ്ട് പോയിട്ട് ലിഫ്റ്റ് സ്റ്റക്കായി. ചൂട് വല്ലാതെ എടുക്കാൻ തുടങ്ങിയത് കാരണം ഇന്ദ്രയാകട്ടെ തൻ്റെ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങി. അവസാനം പാൻറ് കൂടി അഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സരു ആകട്ടെ പെട്ടെന്ന് തൻ്റെ തലയിൽ നിന്നും ആ കോസ്റ്റ്യൂം ഊരി പറയുന്നുണ്ട്, ഒന്ന് നിർത്തുവോ? തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പെൺകുട്ടിയാണെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. അവൻ സോറി പറഞ്ഞുകൊണ്ട് ഡ്രസ്സെല്ലാം തന്നെ തിരിച്ചിടുന്നു. സരുവിന് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് ആ കോസ്റ്റ്യൂമിനുള്ളിൽ അവൾക്ക് ചൊറിയുന്നുമുണ്ട്. ഇത്രയ്ക്ക് ചൂടാണെങ്കിൽ നിനക്ക് അതൊന്ന് ഊരി കളഞ്ഞൂടെ? സരു ഊരാൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രർ അവർക്ക് കോസ്റ്റ്യൂം ഊരി കൊടുക്കുന്നു. അപ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പൺ ആയി അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ലൈബ്രറിയിൽ അഡ്മിഷൻ എടുത്ത ശേഷം ഇന്ദ്രർ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്ക് ബുക്ക് സജസ്റ്റ് ചെയ്യാമോ എന്ന്. എങ്ങനത്തെ ബുക്കാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, 8 വർഷം ജയിലിൽ കിടന്നിട്ട് ഒരാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ബുക്കാണ് വായിക്കേണ്ടത്? അങ്ങനെ ഒരു ബുക്ക് എനിക്ക് എടുത്തു തരാൻ. അവന് വായിക്കാൻ പറ്റിയൊരു ബുക്ക് അവൾ എടുത്തു കൊടുക്കുന്നു. പിന്നീട് പലതവണ ഇന്ദ്ര അവിടെ നിന്ന് ബുക്ക് എടുക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഓരോ ബുക്കിന്റെ ഉള്ളിലുള്ള കാർഡിൽ
അവൻ എന്തൊക്കെയോ എഴുതിയിരുന്നു. എന്നാൽ സരു അതൊന്നും ശ്രദ്ധിച്ചില്ല. മാത്രമല്ല അവനെ പോലും അധികം മൈൻഡ് ചെയ്തിരുന്നില്ല. അതിൽ അവൻ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം സരു അച്ഛനും ലിഫ്റ്റിൽ പോകുന്ന വഴിക്ക് ഇന്ദ്രനോട് വഴക്കിട്ട് അവന്റെ ഗേൾ ഫ്രണ്ട് റൂബി ഇറങ്ങി പോവുകയായിരുന്നു. ആ സമയത്ത് അവനെ കുറിച്ച് കുറെ മോശം വാക്കുകളും അവൾ പറയുന്നുണ്ട്. അന്ന് രാത്രി സരുവിനോട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, കാവേരിയുടെ ബോയ് ഫ്രണ്ട് സഞ്ജയ് നിനക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ നാളെ തിരുപ്പതിക്ക് പോവുകയാണ്. നാളെ ആ പയ്യന്മാർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരും. നീ എന്തായാലും അവരെ കാണണം എന്ന് പറയുന്നു. അച്ഛനും അമ്മയും ഇല്ലാതെ ഞാൻ എങ്ങനെയാണെന്ന് ഓർത്ത് സരുവിന് വിഷമം തോന്നുന്നു. എന്നാൽ അതൊന്നും സാരമില്ല, കാവേരി ഉണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പിറ്റേന്ന് അവളുടെ അച്ഛനും അമ്മയും പോയ ശേഷം സഞ്ജയ് അവന്റെ കൂട്ടുകാരനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാൽ സരുവിന് സംസാരിക്കാൻ അവസരം പോലും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനും സഞ്ജയും അവിടെ നിന്ന് ഇറങ്ങുന്നു. കാവേരി പറയുന്നുണ്ട്, ഈ പയ്യൻ കൊള്ളാം, നീ എന്തായാലും ഇവനെ തന്നെ കെട്ടിയാൽ മതിയെന്ന്. പയ്യനാകട്ടെ അയാളുടെ ഫോൺ അവിടെ വെച്ച് മറന്നിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫോൺ കൊണ്ട് കൊടുക്കാൻ എന്ന വ്യാജന അയാളോട് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കേ. അങ്ങനെ സരു താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് സഞ്ജയും കൂട്ടുകാരനും തമ്മിൽ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത്. നിനക്ക് ആ ബ്യൂട്ടി ക്വീനായ കാവേരിയെ കിട്ടി, എനിക്ക് ആ ആന്റി ലുക്കുള്ള സരുവിനെ ഒന്നും വേണ്ട എന്നാണ് സഞ്ജയനോട് അവന്റെ കൂട്ടുകാരൻ പറയുന്നത്. സരുവിന്റെ കല്യാണം ഇനിയും നടത്താൻ പറ്റില്ല എന്ന് സഞ്ജയ്ക്ക് മനസ്സിലായി. ഓൾറെഡി റിജക്ട് ചെയ്തിട്ടുണ്ട്. സരു ഇതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇന്ദ്രനും അവിടേക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ട് അവൾ പോകുന്നത് ഇന്ദ്ര കാണുന്നുണ്ടായിരുന്നു. റൂമിലേക്ക് ചെന്നിട്ട് അവൾ കാവേരിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ സഞ്ജയനോട് എന്നെ ചെക്കന്മാർ റിജക്ട് ചെയ്ത കാര്യമൊക്കെ പറയുന്നത്? ദേഷ്യം വന്ന കാവേരി ആട്ടെ സരുവുമായി വഴക്കിടുന്നു. ഈ കല്യാണവും നടക്കില്ല, നിന്നെ ആരും കെട്ടാൻ പോകുന്നില്ല ഈ ലുക്കും വെച്ചിട്ട്. നീ കാരണം എന്റെ കല്യാണവും നടക്കില്ല. എനിക്ക് സഞ്ജയ് നഷ്ടപ്പെടും. നിന്റെ കല്യാണം നടക്കുന്നവരെ ഇനി അവൻ വെയിറ്റ് ചെയ്യില്ല. 1 മാസത്തിനുള്ളിൽ കല്യാണക്കാര്യം തീരുമാനം ആയില്ലെങ്കിൽ അവൻ എന്നോട് പറഞ്ഞത് അവനെ മറന്നേക്കാനാണ്. നീ കാരണം എനിക്ക് സഞ്ജയ് നഷ്ടപ്പെടും. ഞാൻ അതുകൊണ്ട് അവന്റെ കൂടെ ഒളിച്ചോടാൻ പോവുക എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നാൽ കാവേരിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ട് സരു പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നല്ലൊരു പയ്യനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നീ ഒളിച്ചോടി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അത് നാണക്കേടാ. എന്റെ ഈ ലുക്ക് മാറ്റിയെങ്കിലേ കല്യാണം നടക്കുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് ലൈബ്രറിയിൽ എത്തിയ സരു ആകട്ടെ നല്ലൊരു സ്റ്റൈലിസ്റ്റും മേക്ക് ഓവർ സ്പെഷ്യലിസ്റ്റുമായ റൂബിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ദ്രന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നില്ലേ, അതേ റൂബി തന്നെയാണത്. എന്നാൽ 3 മാസത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലായിരുന്നു. റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടും. 3 മാസം അവൾക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യിക്കാം എന്നുള്ള ഐഡിയ സരുവിന് തോന്നുന്നു. പകൽ ഇന്ദ്രന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അവൾ വെളുപ്പിന് 4 മണിക്ക് ഇന്ദ്രനെ കാണാൻ ചെല്ലുന്നു. അവൻ ആ സമയത്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനോട് അവൾ കാര്യം പറയുന്നുണ്ട്. നിന്റെ ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് സെറ്റാക്കി തരണം. എന്നാൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്നും അതൊന്നും നടക്കില്ല എന്നുമാണ് അവൻ പറയുന്നത്. അവൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യം ആ സമയത്ത് തന്നെ റൂബി അവിടേക്ക് കയറി വരുന്നു. അവരെ രണ്ടുപേരെയും ഈ വെളുപ്പിന് 4 മണിക്ക് അങ്ങനെ കണ്ടപ്പോൾ അവൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സരുവിനെ കുറിച്ച് മോശമായിട്ട് അവൾ സംസാരിക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നില്ല. സരുവിനോട് മോശമായി സംസാരിച്ച കാരണം അവനാകട്ടെ അവളോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് സോറി പറയാൻ. എന്നാൽ റൂബി അതൊന്നും കേൾക്കാതെ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു. വാതിലിന്റെ അടുത്ത് വരെ പോയിട്ട് അവൾ തിരിച്ചു വന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി ഭിത്തിയിലേക്ക് എറിയുന്നു. ആ ചില്ലുകൾ സരുവിന്റെ ശരീരത്തിലേക്ക് വീഴാതിരിക്കാൻ ഇന്ദ്ര അവളെ പിടിച്ചു മാറ്റുന്നു. ആ കുപ്പിയുടെ ചില്ലുകൾ തറച്ച് ഇന്ദ്രന്റെ മുതുക് നല്ലപോലെ മുറിയുന്നുണ്ട്. രക്തം വരുന്നത് കണ്ടിട്ട് പേടിച്ച് സരു പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന്. എന്നാൽ സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ അടുത്തുണ്ടായിരുന്ന മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം തന്നെ ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി കാണുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവിടേക്ക് വന്ന ഒരു പോലീസ് ഓഫീസറായ ഹരി ആകട്ടെ ഇവരുടെ അവസ്ഥ കാണുന്നുണ്ട്. അവന്റെ മുറിവ് കണ്ടിട്ട് വേറെ എന്തോ രീതിയിൽ പറ്റിയതാണെന്ന് മനസ്സിലാക്കി അയാളാകട്ടെ രണ്ടുപേരോടും വണ്ടിയിലേക്ക് കയറാൻ പറയുന്നുണ്ട്. എന്നാൽ സരു പെട്ടെന്ന് ഓടിച്ചെന്ന് അയാളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ദ്രന്റെയും ഗേൾഫ്രണ്ടിന്റെയും ഇടയിലുണ്ടായ ഒരു പ്രശ്നത്തിൽ പറ്റിയതാണെന്ന്. എന്നാൽ ഗേൾഫ്രണ്ട് വരട്ടെ എന്നാണ് ഹരി പറയുന്നത്. പക്ഷേ സരു അയാളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, സാർ ഗേൾഫ്രണ്ടിനെ ഒരിക്കലും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കരുതെന്ന്. അങ്ങനെ അവരുടെ ഇടയിലെ പ്രശ്നം വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു സോറിയോ ഐ ലവ് യോ പറയാനുള്ള ചാൻസ് കിട്ടില്ല. അവളുടെ ആ ഒരു വാക്ക് കേട്ടതും ഹരിയുടെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ അപ്പോഴേക്കും പോയിരുന്നു. കാരണം അയാളുടെ വൈഫും മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഹരി നിന്റെ ഈ തോക്ക് കൊണ്ട് ഒരിക്കലും ഈ ലോകം നന്നാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു സോറിയും ഐ ലവ് യു കൊണ്ട് ചിലപ്പോൾ ഈ ലോകം നന്നാക്കാൻ പറ്റിയേക്കും. അതേ വാക്കുകളാണ് സരുവും പറഞ്ഞത്. അതുകൊണ്ട് അയാൾ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിവൊക്കെ വെച്ച് കെട്ടിയ ശേഷം ഇവരെ അവരുടെ ഫ്ലാറ്റിലാക്കിയേക്കാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ ശേഷമാകട്ടെ ഇവർ ഫ്ലാറ്റിലേക്ക് പോലീസ് ജീപ്പിലാണ് വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഇതെല്ലാം ശ്രദ്ധിക്കണ്ടായിരുന്നു. അയാൾ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. റൂമിലെത്തിയതും ഇന്ദ്ര ബ്രെഡിലേക്ക് വീഴുന്നു. അവൻ തിരിഞ്ഞു കിടന്നതും അവന്റെ മുറിവിൽ നിന്നും ചോര അവിടെ എല്ലാം പടർന്നിരുന്നു. അവളാകട്ടെ അവനെ തിരിച്ചു കിടത്തിയ ശേഷം ആ മുറിവ് വീണ്ടും ഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും രാവിലെയായി. തിരുപ്പതിയിൽ പോയ സരുവിന്റെ അച്ഛനും അമ്മയും തിരിച്ചെത്തി വന്നിറങ്ങിയതും ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റിയും സെക്രട്ടറിയും ചേർന്നിട്ട് അയാളോട് കാര്യങ്ങൾ പറയുന്നു. ഇന്നലെ രാത്രിയിൽ ആ പയ്യനെയും നിങ്ങളുടെ മകളെയും ഒരുമിച്ച് കണ്ടവരുണ്ട്. രണ്ടുപേരും അവന്റെ ഫ്ലാറ്റിലായിരുന്നു. എന്നാൽ തന്റെ മകൾ അത്തരക്കാരി അല്ല എന്ന് പറഞ്ഞിട്ട് അവരാകട്ടെ അവന്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് ഇന്ദ്രനെയും സരുവിനെയും ഒരുമിച്ച് അവർ കാണുന്നു.
അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അയാൾ അവളോട് ചൂടാകാൻ തുടങ്ങി. എനിക്കിനി ഇങ്ങനെ ഒരു മകളില്ല എന്നും എന്റെ മകൾ മരിച്ചുപോയെന്നും അയാൾ പറയുന്നു. എന്നിട്ട് പൂജാരിയെ വിളിച്ചിട്ട് തന്റെ മകൾ മരിച്ച അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വരാനാണ് അയാൾ പറയുന്നത്. സരു ആകെ തകർന്നുപോയി. ഇനി അവൾക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, ഇനി താൻ അവിടെ നിന്നിട്ട് കാര്യവുമില്ല എന്നും താൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവൾ ബസ്സിലിരിക്കുമ്പോൾ അമ്മയെ വിളിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം അവൾ പറയുന്നു. ഒരു കണക്കിന് ഇത് ഇങ്ങനെ ആയത് നന്നായി. എന്തായാലും അച്ഛൻ കാവേരിയുടെ കല്യാണം നടത്താൻ ഉടനെ തീരുമാനിച്ചല്ലോ. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ, അവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തുമെന്ന്. ഞാൻ എന്തായാലും അവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാവേരിയുടെ കല്യാണം നടന്ന ശേഷം നമുക്ക് സംസാരിക്കാം. അന്ന് ലൈബ്രറിയിലെത്തിയ അവളാകട്ടെ ആകെ സങ്കടത്തിലായിരുന്നു. ഇനിയിപ്പോ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത കാരണം താമസിക്കാൻ ഒരിടം കണ്ടെത്തണം. ഒന്നും തന്നെ ശരിയാകാത്ത കാരണം ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അവൾ. ആ സമയത്ത് ഇന്ദ്ര അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് വേണ്ടി അവൻ കണ്ടെത്തിയ വീടിന്റെ താക്കോൽ കൊടുക്കുന്നു. അവളെയും കൂട്ടി അവൻ ആ വീട്ടിലേക്ക് പോകുന്നു. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള ആ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങണം. അങ്ങനെ അവർ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബാങ്ക് കുടിക്കുന്നു. അത് തലയ്ക്ക് പിടിച്ചതും തന്റെ വിഷമങ്ങളെല്ലാം മറന്നിട്ട് അവളാകട്ടെ ഒരുപാട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അവളുടെ ആ സന്തോഷവും കളിയും ചിരിയും എല്ലാം ഇന്ദ്ര ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് അവർ സംസാരിച്ചുകൊണ്ട് സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന വഴിക്ക് ഒരാളുടെ കയ്യിൽ നിന്നും താഴെ വീണ പേഴ്സ് ആകട്ടെ മറ്റൊരാൾ എടുക്കുന്നത് കണ്ട് സരു അയാളുടെ കയ്യിൽ നിന്ന് ആ പേഴ്സ് വാങ്ങി യഥാർത്ഥ ഓണറിന് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാളാകട്ടെ സരുവുമായിട്ട് വഴക്കിടുകയാണ്. അപ്പോഴേക്കും ഇന്ദ്ര വന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് ആ പേഴ്സ് വാങ്ങുന്നു. അത് തുറന്നു നോക്കി അതിലുള്ള ഫോട്ടോ കാണുന്നതും ഇന്ദ്ര അത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് സരുവിന് ദേഷ്യം വരുന്നു. അവൾ അയാളുടെ കയ്യിൽ നിന്ന് ആ പേഴ്സ് തിരിച്ചു വാങ്ങി യഥാർത്ഥ ഓണറിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് ഇന്ദ്ര എന്ന് വിളിച്ച് അവൾ അവന്റെ പിറകെ പോകുന്നു. എന്നാൽ ദേഷ്യത്തിൽ അവനാകട്ടെ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവളെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ആ പേഴ്സ് കൊടുത്ത ആളാകട്ടെ തിരിച്ചു ഓടി വന്ന് അവളെ അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. വീട്ടിലെത്തി കഴിയുമ്പോൾ സരുവിനോട് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ട് അവൻ അവളെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾ താമസിച്ച വീട്ടിലും പോയെങ്കിലും അവിടെ എങ്ങും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ ആകെ ടെൻഷനായി അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവൾ ബസ് സ്റ്റോപ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ കാണുന്നുണ്ട്. നീ എന്താ വീട്ടിലേക്ക് പോകാഞ്ഞത് എന്ന് അവൻ വന്ന് ചോദിക്കുമ്പോൾ, നീ എന്നോട് ഗെറ്റ് ലോസ്റ്റ് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ നീ തന്ന വീട്ടിലേക്ക് ഞാൻ പോകുന്നത്? ഒരുപാട് വിഷമത്തോടെ അവൻ വന്ന് അവളോട് പറയുന്നു, ഞാനൊരു രാക്ഷസനാ, നിനക്ക് എന്നോട് സോറി പറയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സോറി പറയുന്നുണ്ട്. വിഷമത്തോടെ അവൾ വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അതുവഴി ടാക്സിയിൽ പോയിക്കൊണ്ടിരുന്ന അവളുടെ അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതോടെ അയാൾക്ക് അവളോടുണ്ടായിരുന്ന കുറച്ച് ദേഷ്യം ഇരട്ടിയായി മാറി. കയറി പോകാൻ നേരത്ത് ഇന്ദ്ര അവളോട് പറയുന്നുണ്ട്, നീ നേരത്തെ ഒരാൾക്ക് പേഴ്സ് തിരിച്ചു കൊടുത്തില്ലേ, അതെന്റെ അച്ഛനാണ്. എന്നാൽ സരു പറയുന്നു, എനിക്കറിയാമെന്ന്. നിന്നെയും അച്ഛനെയും കുറിച്ച് എല്ലാം ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അവരെ പറ്റി എഴുതിയിരിക്കുന്നത്. തനിക്ക് തന്റെ അച്ഛനെ വെറുപ്പാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം നീ നിന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോൾ നിന്റെ ഈ വെറുപ്പ് എല്ലാം തന്നെ മാറും. സരു ഇത് പറഞ്ഞതും അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ നിന്നെ കെട്ടിപ്പിടിക്കാൻ ഒരു ചാൻസും ഇല്ലേ എന്ന്. അച്ഛന്റെ ദേഷ്യം എല്ലാം മാറാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് സരു പറയുന്നുണ്ട്. അച്ഛൻ്റെ ദേഷ്യം മാറണമെങ്കിൽ അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു IIT IIM പയ്യനെ ഞാൻ വിവാഹം കഴിക്കണം. പക്ഷേ അതിനെ എൻ്റെ ലുക്ക് മാറ്റണം. ഈ ലുക്കിൽ എന്നെ ആരും വിവാഹം കഴിക്കില്ല. ഞാൻ അതിനുവേണ്ടിയാ റൂബിയെ അന്വേഷിച്ച് നിന്റെ അടുത്ത് വന്നത്. ഇത് കേട്ടതും ഇന്ദ്ര ഒരു ഐഡിയ പറയുന്നുണ്ട്. അവൻ സരുവിനെ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അയാൾ അവിടുത്തെ നല്ലൊരു സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. അയാളുടെ സഹായത്താൽ സരുവിൻ്റെ ഫുൾ ലുക്കും അവൻ മാറ്റിയെടുക്കുന്നു. ഇപ്പോൾ അവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും. അത്രയധികം സുന്ദരിയായി മാറിയ അവൾ തന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിന്നെ ആരും ആൻറ്റി എന്ന് വിളിച്ച് കളിയാക്കില്ല എന്ന്. എൻ്റെ അച്ഛനും കാവേരിയും അമ്മയും ഒക്കെ എന്നെ ഈ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും എന്ന് പറഞ്ഞിട്ട് അവൾ ആകട്ടെ അവരെ കാണാൻ വേണ്ടിയിട്ട് അന്ന് രാവിലെ തന്നെ അവിടേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ ചെന്നതും അവൾ കാണുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവളുടെ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട ശേഷം അവളുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതാണ് അവൾ കാണുന്നത്. അവളുടെ അച്ഛനെ സംബന്ധിച്ച് തലേന്ന് രാത്രി അവർ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതോടുകൂടി അവളെ മരിച്ചതായിട്ടാണ് അയാൾ കണക്കാക്കുന്നത്. സരു ഇത് കണ്ട് ആകെ തകർന്നുപോയി. ഇന്ദ്ര ഒരു വിധത്തിൽ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ താൻ തളരാൻ കൂട്ടാക്കില്ല എന്നും ഞാൻ സ്ട്രോങ് ഗേൾ ആണെന്നും അവൾ പറയുന്നു. നല്ലൊരു IIT IIM പയ്യനെ ഞാൻ കണ്ടെത്തുകയും വിവാഹം കഴിക്കുകയും അച്ഛൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയും ചെയ്യും. അവൾ ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഇന്ദ്രയായിരുന്നു. അവൻ്റെ മനസ്സിൽ അത്രയധികം പ്രണയം അവളോടുണ്ടായിരുന്നു. എന്നാൽ അവൻ അത് ഇപ്പോഴും അവളോട് ഡയറക്റ്റ് തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. പിറ്റേന്ന് മുതൽ അവൾ വളരെയധികം സുന്ദരിയായിട്ടാണ് ലൈബ്രറിയിലേക്ക് പോയത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഞെട്ടിത്തെറിച്ച് അവളുടെ ആ ലുക്കിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അഭിമന്യു പോലും അവളുടെ സൗന്ദര്യത്തിൽ അങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് സരു ലൈബ്രറിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അഭിമന്യുവും അവളെ അന്വേഷിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ദ്രൻ കാണുന്നുണ്ട്. അവൾക്ക് പനിയാണെന്ന് മനസ്സിലായപ്പോൾ അവനാകട്ടെ അവളെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. നീ എന്താ എന്നെ വിളിക്കാഞ്ഞത് എന്ന് ചോദിക്കുന്നു. അഭിമന്യു അവളെ വന്ന് തിരക്കിയ കാര്യം അവൻ പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, അങ്ങനെയൊന്നുമില്ല എന്ന്. ഞാൻ അവനോട് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും മണ്ടത്തരായിരിക്കും വരുന്നത്. ഇന്ദ്രയാകട്ടെ തൻ്റെ കയ്യിലൊരു ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് IIT IIM ആയിട്ടുള്ള കുറെ പയ്യന്മാരുടെ ലിസ്റ്റാണത്. അടുത്ത ആഴ്ച മുതൽ നിന്നെ കാണാൻ ഓരോരുത്തർ വരും.
അതിൽ ആരെങ്കിലും ഒരാളെ നീ സെലക്ട് ചെയ്യണം. അങ്ങനെ അവൾ പനിയൊക്കെ മാറിയിട്ട് വീണ്ടും ലൈബ്രറിയിലേക്ക് ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ ആകട്ടെ അഭിമന്യു അവളോട് വന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും. അത് കേട്ടതും അവൾ ആകെ ഷോക്കിലായി. അവൾ ഒരു പക്ഷേ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അവൾ ഒരുപാട് ലേറ്റ് ആയിട്ട് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഇന്ദ്ര അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവളെ കാണാൻ വേണ്ടി ഒരു പയ്യൻ മുകളിൽ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൾ ഇന്ദ്രനോട് പറയുന്നു അഭിമന്യു തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന്. എന്ത് പറയണമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും ഇന്ദ്ര ആകെ ഞെട്ടി. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കാൻ പറയുന്നു. അങ്ങനെ അഭിമന്യുവിനെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് അവരുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. സരുവിന്റെ സൈഡിൽ നിന്ന് ഇന്ദ്രൻ മാത്രമാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്നത്. അഭിമന്യുവിനെയും സരുവിനെയും ഒരുമിച്ച് കാണുമ്പോൾ എല്ലാം തന്നെ ഇന്ദ്രന്റെ ഉള്ളിൽ അത്രയധികം വേദന ഉണ്ടായിരുന്നു. അവളുടെ കല്യാണത്തിന് വേണ്ടിയുള്ള സാരി എടുക്കാൻ പോയപ്പോഴാകട്ടെ അവിടെ വെച്ച് കാവേരിയുടെ കല്യാണത്തിന് വേണ്ടി സാരി എടുക്കാൻ വീട്ടുകാർ വന്നിരിക്കുന്നത് അവൾ കാണുന്നു. കാവേരിയുടെ കല്യാണം ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് തന്നെ പോലും വിളിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് അവൾ ഒരുപാട് വിഷമിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് സരു ആകട്ടെ ഇന്ദ്രനെ വന്ന് കാണുന്നുണ്ട്. അവളുടെ കല്യാണ കാർഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ സൈഡിൽ നിന്ന് വരാൻ നീ മാത്രമേ ഉള്ളൂ എന്ന്. അവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തതിന്റെ പാടുകൾ അവൻ കാണുന്നു. ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ടർക്കിയിലാണ് അഭിമന്യുവിന് ജോലി കിട്ടിയതെന്നും കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള മെഡിക്കൽ ടെസ്റ്റ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇന്ദ്രൻ. ആ കാർഡും വാങ്ങി അവൻ അവിടെ നിന്നും പോകാൻ നേരം ബസ്സിൽ വെച്ച് സരുവിന്റെ അച്ഛനെ കാണുന്നു. അവൻ ആ ബസ്സിന്റെ പിറകെ ഓടുന്നുണ്ട്. സരു ഒരു IIT IIM പയ്യനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും അവളുടെ സൈഡിൽ നിന്ന് ആരുമില്ല, നിങ്ങൾ എന്തായാലും വരണമെന്നും പറയുന്നു. എന്നാൽ അവളുടെ അച്ഛൻ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പിറ്റേന്ന് സരുവിന്റെ കല്യാണമാണ്. ഇന്ദ്രനും അവളും ചേർന്ന് റെഡിയായി രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരുന്നു. ഒരുപാട് നേരം അഭിമന്യുവിന് വേണ്ടി വെയിറ്റ് ചെയ്തു നിന്നെങ്കിലും അവൻ വന്നില്ല. ആകെ ടെൻഷനായി അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അഭിമന്യു പറയുന്നത് തനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല എന്നാണ്. എന്നാൽ കാരണം അന്വേഷിക്കുമ്പോൾ തന്റെ വീട്ടുകാർ സമ്മതിച്ചില്ല എന്നായിരുന്നു അവൻ പറയുന്നത്. നീയല്ലേ പറഞ്ഞേ, നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാരെല്ലാം സമ്മതിക്കും, ആരും എതിർപ്പ് പ്രകടിപ്പിക്കില്ല എന്ന്. പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ചൂടാകുന്നു. ഇന്ദ്ര അവനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. ദേഷ്യം വന്ന സരു ഇന്ദ്രനോട് പറയുന്നുണ്ട് അവനെ അടിക്കാൻ. എന്നാൽ ഇന്ദ്ര അടിക്കുന്നില്ല. ഒടുവിൽ അവന്റെ അച്ഛനും അമ്മയും വന്നിട്ട് അവളോട് പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു അച്ഛൻ മകളുടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു മരുമകളായി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സരു ഇതെല്ലാം കേട്ട് ആകെ തകർന്നുപോയി. അവിടെ നിന്നും ഒരുപാട് വിഷമത്തിലും ദേഷ്യത്തിലുമാണ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ദേഷ്യമെല്ലാം അവൾ ഇന്ദ്രനോട് തീർക്കുന്നു. നിന്നോട് പറഞ്ഞതല്ലേ അവനെ അടിക്കാൻ, നീ എന്താ അടിക്കാഞ്ഞത് എന്നും ചോദിക്കുന്നുണ്ട്. സഹിക്കാനാവാതെ അവൾ തന്നെ മേക്കപ്പ് എല്ലാം തുടച്ചു കളഞ്ഞ് തന്റെ സാരിയെല്ലാം വലിച്ചെറിയുന്നു. അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ട് ടാക്സിയിലേക്ക് കയറ്റുകയാണ് ഇന്ദ്രൻ. അവൾ നേരെ പോകുന്നത് അഭിമന്യുവിനും അവൾക്കും വേണ്ടിയിട്ട് അവൾ ബുക്ക് ചെയ്ത ആ ഹണിമൂൺ റിസോർട്ടിലേക്കായിരുന്നു. അവിടെ ബെഡിൽ കിടന്ന് അവൾ ഒരുപാട് നേരം കരയുന്നുണ്ട്. ഇന്ദ്രൻ എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഒടുവിൽ കുറച്ച് കഴിയുമ്പോൾ അവൾ ഇന്ദ്രനോട് പറയുന്നു, എനിക്കെല്ലാം മറക്കണം, ഇന്ന് നിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം. എന്നാൽ ഇന്ദ്രൻ അതിന് സമ്മതിക്കുന്നില്ല. നീ ഈ വിഷമത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നാളെ രാവിലെ ആകുമ്പോൾ നിനക്ക് ഇത് ആലോചിച്ചിട്ട് ഒരുപാട് വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് ഇന്ദ്ര പറയുന്നു. എന്നാൽ അവൾ അവനോട് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തുകയാണ്. അന്നത്തെ ആ രാത്രി അവർ രണ്ടുപേരും ഒന്നായി. പിറ്റേന്ന് രാവിലെ അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ സരുവിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. താഴേക്ക് നോക്കുമ്പോൾ അഭിമന്യു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അഭിമന്യു അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ഇന്ദ്രന് ദേഷ്യം വരുന്നു. കുറച്ചു കഴിഞ്ഞ് സരുവിന്റെ ഒരു മെസ്സേജ് അവന് വരുന്നുണ്ട്, അഭിമന്യു രാവിലെ വന്നിരുന്നു എന്ന്. എനിക്ക് നിന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സോറിയാണോ, നന്ദിയാണോ, അതോ ഗുഡ് ബൈ ആണോ എന്ന്. പിന്നീട് സരുവിനെ ഇന്ദ്രൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ തിരിച്ച് തന്റെ റൂമിൽ വന്ന് സരു ഇല്ലാതെ അവിടെ നിൽക്കാൻ അവന് തോന്നിയില്ല. അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാൻ അവൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ സരുവിന്റെ അമ്മ അവിടേക്ക് വരികയും കാവേരിയുടെ കല്യാണ ലെറ്റർ അവന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നീ ഇത് സരുവിനെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. അവര് വിളിച്ചിട്ട് സരു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആ കാർഡുമായിട്ട് ലൈബ്രറിയിൽ ചെന്നെങ്കിലും അവൾ അവിടെ നിന്നും ജോലി രാജിവെച്ചു എന്നാണ് അറിയുന്നത്. അങ്ങനെ അഭിമന്യുവിന്റെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ റിസപ്ഷനിൽ ആ കാർഡ് കൊടുത്തിട്ട് അഭിമന്യുവിനെ ഏൽപ്പിക്കാൻ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അഭിമന്യു ആ കാർഡുമായിട്ട് വന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഇതെന്തിനാ എന്നെ ഏൽപ്പിക്കുന്നതെന്ന്. സരുവിന്റെ കയ്യിൽ കൊടുക്കാനാണെന്ന് പറയുമ്പോൾ സരു എൻ്റെ കൂടെ ഇല്ല എന്നാണ് അവൻ പറയുന്നത്. ഞാൻ അന്ന് കല്യാണ ദിവസമാണ് അവളെ അവസാനമായിട്ട് കണ്ടത്. എന്നാൽ ഇന്ദ്രൻ പറയുന്നു, നീ കള്ളം പറയുകയാണ്, നീ അന്ന് റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് മാത്രമാണ് വന്നതെന്നാണ് അവൻ പറയുന്നത്. അല്ലാതെ സരു എൻ്റെ കൂടെ അല്ല താമസം. ഞാൻ അവളെ പിന്നീട് കണ്ടിട്ടേയില്ല. ഇന്ദ്ര ആകെ ടെൻഷനിലായി അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവളുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തി അവൻ ചെല്ലുമ്പോഴാകട്ടെ അവൾ ഒരു കാട്ടിനകത്ത് ഇരിക്കുകയായിരുന്നു. നീ എന്തിനാ ഈ കാട്ടിൻ്റെ ഉള്ളിൽ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നവൻ ചോദിക്കുന്നു.
എന്തിനാ ഫോൺ എടുക്കാതെ എല്ലാവരുമായിട്ടുള്ള കോൺടാക്ട് അവസാനിപ്പിച്ചത്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. ആ രാത്രിക്ക് ശേഷം ഞാൻ നിനക്ക് ആരാണെന്ന് നീ തന്നെ പറയണം. എന്നാൽ അവൾ തിരിച്ചു പറയുന്നത് ആ രാത്രി കഴിഞ്ഞതോടുകൂടി ആ കാര്യവും കഴിഞ്ഞു. ആ രാത്രി നമുക്കിടയിൽ നടന്നതെല്ലാം അഭിമന്യുവിനെ മറക്കാൻ വേണ്ടി മാത്രമായിരുന്നു, അല്ലാതെ നമുക്കിടയിൽ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രന് ഒരുപാട് വിഷമമായി. എന്നിട്ട് അവൾ അവിടെ നിന്നും റോഡിലേക്ക് കടക്കുന്നു. അവൻ പോയി എന്ന് വിചാരിച്ചിട്ട് അവൾ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. എന്നാൽ അവനാകട്ടെ കാവേരിയുടെ വെഡ്ഡിംഗ് കാർഡും കൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നും പറയുന്നു. അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അവൻ അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, ഇനി പറ നീ എൻ്റെ ആരാണെന്ന്. പക്ഷെ അവൾ ഒരു മറുപടിയും പറയുന്നുണ്ടായിരുന്നില്ല. അവന്റെ തോളിൽ അവൾ കുഴഞ്ഞു വീഴുന്നു. അവളുടെ മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. അവളുടെ കഴുത്തിൽ കിടന്ന ഐഡന്റിറ്റി കാർഡ് വായിച്ചതും ഇന്ദ്ര ആകെ തകർന്നുപോയി. ഇന്ത്യൻ ക്യാൻസർ ഹോസ്പിറ്റൽ എന്നായിരുന്നു. പെട്ടെന്ന് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അവൻ എത്തുന്നു. അവിടെ വെച്ചാണ് സരുവിന്റെ ആ കണ്ടീഷനെ പറ്റി അവൻ അറിയുന്നത്. അവൾക്ക് ബ്രെയിൻ ട്യൂമറാണ്. ഒരു രീതിയിലും ഇത് ക്യൂർ ചെയ്യാനോ കഴിയില്ല. സർജറിയോ കീമോയോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഉള്ളത്. അവളുടെ ഈ കണ്ടീഷനെ പറ്റി അവളുടെ ഫിയാൻസിയോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ. ഡോക്ടർ ഇത് പറഞ്ഞതും ഇന്ദർ ആകെ ഞെട്ടി. അഭിമന്യുവിന് ഈ കാര്യം അറിയായിരുന്നു. അതറിഞ്ഞിട്ടാണോ അവൻ ഈ കല്യാണം വേണ്ട എന്ന് വെച്ചത്? അവൻ അങ്ങനെ നേരെ അഭിമന്യുവിനെ കാണാൻ പോകുന്നുണ്ട്. നീ എല്ലാം അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അതെല്ലാം മറച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നു. എന്നാൽ അഭിമന്യു പറയുന്നുണ്ട്, സരു തന്നെയാണ് ഇതെല്ലാം പറയണ്ട എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടല്ല ഞാൻ കല്യാണം വേണ്ട എന്ന് വെച്ചത്. കല്യാണം വേണ്ട എന്ന് വെച്ചത് അന്ന് വൈകുന്നേരമാണ്. ആ മെഡിക്കൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് വന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവളുടെ കണ്ടീഷൻ ഇതാണെന്ന്. അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ ഒരു സെക്കൻഡ് ചാൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ കാണാൻ വന്നത്. എന്നാൽ എന്നെ വീണ്ടും സ്വീകരിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. പിന്നീട് ഇതൊന്നും നിന്നോട് പറയണ്ട എന്നും പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്നും പോയത്. അങ്ങനെ വിഷമത്തോടെ അവൻ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം അവന്റെ കയ്യിൽ അവർ കൊടുക്കുന്നുണ്ട്. ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ കാവേരിയുടെ വിവാഹം അവൾ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഇന്ദർ കാവേരിയുടെ കല്യാണ ചടങ്ങ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലാകട്ടെ അവിടെയും ഇവിടെയും ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പെർമിഷൻ വാങ്ങി സരുവിനെ നല്ല രീതിയിൽ ഒരുക്കി ഒരു പാർട്ടിക്ക് എന്നുള്ള വ്യാജന അവളെ ആക്കിയിട്ട് ആ ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റുള്ള ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയെല്ലാം തന്നെ അവൻ TV സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ കാവേരിയുടെ കല്യാണം അവൾ ആസ്വദിച്ച് കാണുന്നു. തനിക്ക് വേണ്ടി ഇന്ദർ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് അവൾ ഒരുപാട് നന്ദി അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവൻ തിരിച്ച് ആവശ്യപ്പെടുന്നത് നീ എന്നെ വിവാഹം കഴിക്കാനായിരുന്നു. ഇത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്താ ചാരിറ്റി മാരേജ് ചെയ്യാനുള്ള ആഗ്രഹത്തിലാണോ? അവൻ ഒരുപാട് തവണ അവളോട് കെഞ്ചി ചോദിക്കുന്നുണ്ട്. എന്നാൽ പാതി വഴിക്ക് നിന്നുപോയ എൻ്റെ കഥ പൂർണ്ണമാക്കേണ്ട ജോലി നിന്റേതല്ല എന്നാണ് അവൾ പറയുന്നത്. വീണ്ടും വീണ്ടും അവൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾ പറയുന്നുണ്ട്, നീ ഇനിയും റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ ചിലപ്പോൾ സമ്മതിച്ചു പോകുമെന്ന്. ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് മരിക്കുമ്പോൾ അഭിമാനത്തോടെ മരിക്കണം. എന്നാൽ അവൻ പറയുന്നുണ്ട്, നീ ഒരിക്കലും മരിക്കുന്ന കാര്യം പറയാൻ പാടില്ല എന്ന്. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, അച്ഛനമ്മമാർ എന്താഗ്രഹിച്ചാലും ദൈവം അത് സാധിച്ചു കൊടുക്കുമായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എൻ്റെ കർമ്മങ്ങൾ നടത്തിയത് കാരണം ചിലപ്പോൾ എൻ്റെ ജീവൻ തന്നെ ദൈവം എടുത്തു കൊണ്ടുപോകുന്നത്. അവളുടെ മൂക്കിൽ നിന്ന് അപ്പോഴും ചോര വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ദ്രന്റെ മനസ്സിൽ മുഴുവൻ അവൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവളുടെ അച്ഛൻ ഇങ്ങനെ അവളുടെ മരണാനന്തര ചടങ്ങ് നടത്തിയത് കൊണ്ട് അവൾ പെട്ടെന്ന് മരിച്ചു പോകുമോ എന്ന്. ആ ദേഷ്യത്തിൽ അവൻ വീട്ടിലേക്ക് കയറി ചെന്ന് ആ ഫോട്ടോയിലുണ്ടായിരുന്ന മാല എടുത്തു കളയുന്നു. എന്നിട്ട് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, ഇനി മേലാൽ ഈ ഫോട്ടോയിൽ മാല ഇടാൻ പാടില്ല എന്ന്. അത് സരുവിന് ഇഷ്ടമല്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരുന്നാൽ ഞാൻ വീണ്ടും വീണ്ടും അത് വന്ന് എടുത്തു കളയും. എന്നാൽ അവൻ ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് പകരമായിട്ട് അവളുടെ അച്ഛൻ അങ്ങോട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ആ ഹരി എന്ന പോലീസുകാരൻ അവനെ പിടിക്കാൻ വരുന്നുണ്ട്. ടെറസിൽ കിടക്കുമ്പോൾ അവനെ വന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു. എന്നാൽ അവന്റെ ഫോൺ ആ ടെറസിൽ തന്നെ കിടക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അവനെ പിടിച്ചിരുത്തിയിട്ട് കുറെ നേരമായി. അന്ന് സരുവിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. ഇന്ദ്രന് വേണ്ടി അവൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും അവനെ കണ്ടില്ല. സരുവിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പലരോടും ഫോൺ ചോദിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷനിലുള്ള ആരും തന്നെ ഫോൺ കൊടുത്തില്ല. അവസാനം ദേഷ്യം വന്ന് അവരെല്ലാവരെയും അടിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഹരിയും ബാക്കിയുള്ള പോലീസുകാരും അവന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഓടിച്ചിട്ട് അവനെ അവർ പിടിക്കുന്നുണ്ട്. എന്നാൽ അവൻ ആ പോലീസുകാരനോട് കാര്യം പറയുന്നു. തനിക്ക് 10 മിനിറ്റത്തേക്ക് അവളെ ഒന്ന് കാണണമെന്ന് മാത്രമാണ് അവൻ പറയുന്നത്. അപ്പോഴേക്കും സരു ആവട്ടെ ലൈബ്രറിയിൽ തിരിച്ചെത്തിയിരുന്നു. ഒരു ബുക്ക് കൊടുത്തിട്ട് അവൾ അത് റിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ബുക്കുകളുടെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇന്ദ്രന് അവൾ ആദ്യമായി സെലക്ട് ചെയ്ത് കൊടുത്തിരുന്ന ഓരോ ബുക്കുകളും അവൾ എടുത്തു നോക്കുന്നു. അപ്പോഴാണ് അതിലുണ്ടായിരുന്ന ഓരോ കാർഡിലും എഴുതിയിരിക്കുന്ന വാചകങ്ങൾ അവൾ ശ്രദ്ധിക്കുന്നത്. ആദ്യത്തേതിൽ ഉണ്ടായിരുന്നത്, ഹേ കരടിക്കുട്ടി, എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ വരുന്നുണ്ട് എന്നായിരുന്നു. അടുത്ത നോട്ടിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, ഞാൻ ഇന്ന് ലിഫ്റ്റിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. കരയുന്ന പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സാധാരണ അവിടെ നിന്നും ഓടി ഒളിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനാണ് തോന്നിയത്. അടുത്ത നോട്ടിൽ ഇങ്ങനെയാണ്, അവളെ കണ്ടിട്ട് 27 ദിവസവും 9 മണിക്കൂറുമായി. ഇതുവരെയും എൻ്റെ നോട്ടിനൊന്നും തന്നെ അവൾ ഒരു റിപ്ലൈയും തന്നില്ല. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സരുവിന് മനസ്സിലായി ഇത്രയും കാലം അവൻ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ആ കാർഡിൽ കണ്ട നമ്പറിൽ സരു അവന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഫോൺ ആ ടെറസിൽ കിടന്ന് റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവനാകട്ടെ ആ പോലീസുകാരനോട് പറയുന്നുണ്ട്, എനിക്കൊരു സോറിയും ഐ ലവ് യുയും പറയാനുള്ള സമയം വേണമെന്ന്. അങ്ങനെ അയാൾ അവനെ ആ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരും. അവൻ ഓടിച്ചെന്ന് സരുവിനെ കാണുന്നു.
ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്തതിൽ അവൻ ഒരുപാട് സോറി പറയുന്നു. നീ എന്തിനാ കരയുന്നത്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവൾ ചോദിക്കുന്നു, നീ ഈ കത്തിലെല്ലാം എഴുതിയിരിക്കുന്നത് ഞാൻ നിന്റെ ബെസ്റ്റ് ചോയ്സ് ആണെന്നാണ്, പിന്നെ എന്തിനാ അഭിമന്യുവിനെ കല്യാണം കഴിച്ചോളാൻ എന്നോട് പറഞ്ഞത്? എന്നാൽ അവൻ പറയുന്നു, നീ എൻ്റെ ബെസ്റ്റ് ചോയ്സ് ആണ്, പക്ഷെ നിനക്ക് ഞാൻ ബെസ്റ്റ് ചോയ്സ് അല്ല. എന്നാൽ അവൾ അവനോട് ആവശ്യപ്പെടുന്നത് അവളെ വിവാഹം കഴിക്കാൻ തന്നെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹരി അവിടേക്ക് വരുന്നു. നിനക്ക് തന്ന സമയം കഴിഞ്ഞു, പോകാമെന്ന് പറയുന്നു. അവനാകട്ടെ അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ വിട്ടയക്കാൻ പറഞ്ഞിട്ട്. സരുവും കരഞ്ഞുകൊണ്ട് അയാളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അയാൾക്ക് വേറൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അവന്റെ കയ്യിലെ വിലം കഴിച്ച ശേഷം ഇതെന്റെ വിവാഹ സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തി. അവൾ അവനോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഫോട്ടോയിൽ ഒരിക്കലും മാലയിടരുതെന്ന്. അന്ന് രാത്രി അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും അവളുടെ വീട്ടിലേക്ക് അവൻ ചെല്ലുന്നു. അവളുടെ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ആ മാല വലിച്ചു പറിച്ചു കളയുന്നു. എന്നിട്ട് അവളുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് അവളുടെ അച്ഛനാകട്ടെ ഏതൊരു ബുക്ക് വായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവനെ കണ്ടതും അയാൾ ആ ബുക്ക് ഒളിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ഈ ഫോട്ടോയിൽ മാലയിട്ടാൽ ഞാൻ നിങ്ങളെ കൊല്ലും. നാളെ ഞങ്ങളുടെ കല്യാണമാണ്. ഈ ഫോട്ടോയിൽ മാലയിടുന്നത് കാണുമ്പോൾ എല്ലാം തന്നെ സരു ഒരുപാട് കരയും. അവൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരെയും കൊല്ലാനും തയ്യാറാണ്. അതുകൊണ്ട് മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നത്. പെട്ടെന്ന് സരുവിന്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണമാണെന്നല്ലേ പറഞ്ഞത്? ഈ നിൽക്കുന്ന മനുഷ്യൻ അവളോടൊന്നൊന്ന് പറഞ്ഞാൽ മതി ഈ കല്യാണം വേണ്ട എന്ന്. അപ്പോൾ തന്നെ അവൾ ഈ കല്യാണം ക്യാൻസൽ ചെയ്യും. അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് അവളുടെ അച്ഛൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുക്ക് കാണിക്കുന്നത്. സരു മൂവിയുടെ തുടക്കത്തിൽ വായിച്ചുകൊണ്ടിരുന്ന അതേ പ്രണയകാവ്യങ്ങൾ തന്നെ. അങ്ങനെ പിറ്റേന്ന് അവർ രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നു. ആ പോലീസുകാരനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പ് വചനങ്ങൾ ചൊല്ലുകയായിരുന്നു അവർ. വിവാഹത്തിന് ശേഷം സരുവിന്റെ അച്ഛനും അമ്മയും ബഹുമാനിക്കണം എന്നുള്ളൊരു വചനം അതിലുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇന്ദ്ര അവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരിക്കലും നിന്റെ അച്ഛനെ ബഹുമാനിക്കാൻ കഴിയില്ല. അയാൾ നിന്നോട് ചെയ്തതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അതുകൊണ്ട് നിന്റെ അടുത്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള വചനം പോലും എനിക്ക് തരാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഈ വചനങ്ങളൊന്നുമില്ലാതെ അവർ തങ്ങളുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ആ സമയം അവളുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നുണ്ട്. അച്ഛനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അച്ഛനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഇത് വേണ്ട എന്ന് അച്ഛൻ പറയരുത്. കാരണം അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും വിവാഹം കഴിക്കില്ല. അതുകാരണം ഇന്ദറും അവളും നന്നായിട്ട് പേടിച്ചിരുന്നു. എന്നാൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പയ്യനെ പോലെ ഒരിക്കലും ഞാൻ അന്വേഷിച്ചാൽ പോലും ഒരു പയ്യനെ കിട്ടില്ല. കാരണം നിനക്ക് വേണ്ടി അവൻ ഒരാളെ കൊല്ലുക വേണേലും ചെയ്യും. ചിലപ്പോൾ അവന്റെ ജീവൻ തന്നെ കളയുകയും ചെയ്യും. അവരുടെ വിവാഹത്തിന് അവളുടെ അച്ഛൻ സമ്മതം കൊടുക്കുന്നു. അങ്ങനെ അച്ഛനും അമ്മയും കൂടി വന്നതോടുകൂടി സരു ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവൾ ചെയ്തു തീർന്നതും അവളുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൾ തല കറങ്ങി വീണു. എല്ലാവരും അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവളുടെ മെഡിക്കൽ കണ്ടീഷനെ പറ്റി അവളുടെ അച്ഛനും അമ്മയും അറിയുന്നത്. അവർ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അവളുടെ അച്ഛനോട് അവൾ പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്ന്. ഡോക്ടർ അവിടേക്ക് വന്നിട്ട് അവളുടെ മാരേജിന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നു. അവളുടെ അച്ഛൻ ഡോക്ടറോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ മോളെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യേ, ഞങ്ങൾക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഒക്കെ നടത്താനുള്ളതാണെന്ന്. ഡോക്ടറിന്റെ മുഖവും ആകെ വല്ലാതായി. സരു ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, എനിക്കിനി എത്ര സമയമുണ്ടെന്ന്. എന്റെ കയ്യിലെ മെഹന്തിയുടെ നിറം മാറുന്നവരെങ്കിലും ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് അവൾ ചോദിക്കുന്നു. അത് കേട്ടപ്പോഴാണ് അവളുടെ കണ്ടീഷൻ എത്രത്തോളം സീരിയസ് ആണെന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവുന്നത്. തങ്ങളുടെ മകൾ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ശരിക്കും തകർന്നുപോയി. അവൾക്ക് വേണ്ടി അയാൾ നടത്തിയ മരണാനന്തര കർമ്മങ്ങൾ ആലോചിച്ചിട്ട് അയാൾ ഇപ്പോൾ ദുഃഖിക്കുകയാണ്. എന്നാൽ അവൾ പറയുന്നുണ്ട്, അച്ഛൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു വിവാഹമാണ് എന്റേത്. കാവേരിയുടെ പയ്യനേക്കാൾ എന്റെ ഹസ്ബൻഡ് അല്ലേ നല്ല ഹാൻസം. കാവേരിയോട് അത് പറയാൻ നിൽക്കണ്ട, അവൾക്ക് ചിലപ്പോൾ അസൂയ തോന്നും. ആ പോലീസുകാരൻ വന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് മറന്നുപോയ സരുവിന്റെ പേഴ്സ് ആകട്ടെ ഇന്ദ്രന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബുക്കും കൊടുക്കും. അവൾ കുറച്ചു നാളായിട്ട് ഈ ബുക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബുക്കിലെ 65ാമത്തെ പേജിൽ പെൻസിൽ കൊണ്ട് ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. അവൻ അത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു പൂവുണ്ടായിരുന്നു. അവനും അച്ഛനും ഒരു ഓക്കുമരത്തിന്റെ താഴെ നിൽക്കുന്ന ഭാഗത്തായിട്ട് അവൾ ഈ പൂവ് വെച്ചിട്ടുണ്ടായിരുന്നു. സരു നേരത്തെ പറഞ്ഞ വാക്കുകൾ അവൻ ആലോചിക്കുന്നു. അവൾ മരിക്കുന്ന സമയത്ത് അവളെ ഒരു മരത്തിന്റെ അടിയിൽ അടക്കം ചെയ്യണം. അവളെ ഇഷ്ടമുള്ളവർ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിലെ പൂക്കൾ പൊഴിച്ച് ഞാൻ അവരുടെ ദേഹത്തേക്ക് ഇടും. ഞാൻ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അതിലൂടെ അവർക്ക് മനസ്സിലാവും. അവൾ ആഗ്രഹിക്കുന്നത് തന്റെ വീട്ടിലെ ആ ഓക്കുമരമാണെന്ന് മനസ്സിലാക്കി അവനാകട്ടെ അവന്റെ അച്ഛനെ കാണാൻ ചെല്ലുന്നു. എനിക്ക് ഗാർഡനിലുള്ള ആ മരത്തിന്റെ താഴെയായിട്ട് 2 യാർഡ് സ്ഥലം വേണം. അവന്റെ ശരീരത്തിലെ രക്തം കൂടി കണ്ടപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ആരെങ്കിലും കൊന്നിട്ട് വന്നതാണോ എന്ന്, അല്ലെങ്കിൽ എന്തിനാ ആരെങ്കിലും അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് 2 യാർഡ് സ്ഥലം ചോദിക്കുന്നത്? ഇത് കേട്ടപ്പോൾ അവന് ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അയാൾ പറയുന്നു, നീ ഇപ്പോഴും ഇങ്ങനെയാ, എന്തെങ്കിലും പറഞ്ഞ് മുഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പോകും, കാര്യമെങ്കിലും പറഞ്ഞിട്ട് പോയെന്ന് പറയുന്നു. അവൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. സരുവിനോട് സംസാരിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ എന്നോട് എന്താ ചോദിക്കാത്തത്? ഞാൻ ആരെയാ കൊന്നതെന്ന്? നീ ആരെങ്കിലും കൊന്നെങ്കിൽ അത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ശരിക്കും ഇന്ദ്രന് എന്താ പറ്റിയതെന്ന് അവൻ പറയുന്നു. അമ്മ മരിച്ച ശേഷം അവനെ നോക്കിയിരുന്നത് ഒരു നാനി ആയിരുന്നു. സ്വന്തം
അമ്മയെ പോലെയാണ് നാനിയെ അവൻ സ്നേഹിച്ചത്. എന്നാൽ തന്റെ അങ്കിൾ അവരോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു. അത് തടുക്കുന്നതിനിടയിൽ അവരുടെ കൈകൊണ്ട് അറിയാതെ അങ്കിൾ മരിച്ചു. എന്റെ അച്ഛനത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ആ കുറ്റം അങ്ങ് ഏറ്റെടുത്തു. പക്ഷേ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ ലോയറായ എന്റെ അച്ഛൻ എന്റെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അത് കാരണം എനിക്ക് ജയിലിലേക്കും പോകേണ്ടി വന്നു. അച്ഛൻ എന്നോട് ചെയ്തത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്നാൽ സരു പറയുന്നുണ്ട്, ലോകത്തെ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നത് അവർ ചെയ്ത തെറ്റുകളെല്ലാം മറന്നുകൊണ്ടല്ല, അവർ പരസ്പരം ക്ഷമിച്ചത് കൊണ്ടാണ് ഒരുമിച്ച് താമസിക്കുന്നത്. അതുകൊണ്ട് നീ അച്ഛനോട് ക്ഷമിക്കണമെന്ന് അവൾ പറയുന്നു. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, എനിക്ക് പോകാൻ അനുവാദം തരണമെന്ന്. എന്നാൽ അവൻ വേണ്ട എന്ന് പറയുന്നു. എന്നാൽ അവൾ വീണ്ടും പറയുന്നുണ്ട്, ഹസ്ബൻഡിന്റെ പെർമിഷൻ ഇല്ലാതെ വൈഫിന് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന്. ശരിക്കും ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാ. എന്റെ അച്ഛനും അമ്മയും ഒരുപാട് പ്രാർത്ഥിച്ച പോലെ നല്ലൊരു പയ്യനെ തന്നെയല്ലേ എനിക്ക് കിട്ടിയത്. ദൈവത്തിന്റെ സ്വന്തം പേഴ്സണൽ ലവ് ലെറ്റർ ആണ് നീ. അങ്ങനെ അവസാനമായിട്ട് അവൾ അവനോട് ഐ ലവ് യു പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്നും അവൾ വിട പറയുകയാണ്. ഇന്ദ്രന് അത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നതും അവന്റെ അച്ഛൻ അവിടേക്ക് വരുന്നു. നീ വിവാഹം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എവിടെയാ എന്റെ മരുമോൾ? നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷേ എന്റെ മരുമകളെങ്കിലും എനിക്ക് രക്ഷിക്കണം. എന്നാൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അവൾ പോയി എന്ന് പറയുന്നു. അവന്റെ അച്ഛനും തകർന്നുപോയി. സങ്കടം കാരണം അവൻ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വീണ്ടും കഥ പ്രസന്റിലേക്ക് വരികയാണ്. അവൻ ഇപ്പോഴും ആ മരത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ നഗരത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വക്കീലാണ് അവൻ. തന്റെ കേസ് ജയിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് സരുവിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അവളോട് അവൻ ചിയേഴ്സ് പറയുന്നുണ്ട്. ഞാനിപ്പോൾ മദ്യപിക്കാറില്ല. വർഷത്തിൽ 1-2 തവണ ടേസ്റ്റ് മറന്നു പോവാതിരിക്കാൻ വേണ്ടി മാത്രം. നിന്റെ ഹസ്ബൻഡിന്റെ വിജയത്തിൽ നീ സന്തോഷിക്കുന്നില്ലേ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ആ മരത്തിൽ നിന്നും ഒരുപാട് പൂക്കൾ അവന്റെ ശരീരത്തിലേക്ക് വീഴുന്നു. അങ്ങനെ സരു ഉറങ്ങുന്ന ആ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഇന്ദ്രനെ കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങളുടെ അരികിലേക്ക് എത്തുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.